ഹലോ, ഗുഡ് ഈവനിങ്. റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ആലപ്പുഴയിൽ നിന്നാണ്. ആലപ്പുഴയിൽ ഇത്തവണ ഈ കടൽക്കാറ്റ് പോലെ ഉപ്പുരസം പിടിക്കുമോ എന്നുള്ളതാണ് LDFും UDFും പരീക്ഷിക്കുന്നത്. ഒപ്പം ശോഭാ സുരേന്ദ്രൻ കളത്തിലിറങ്ങുന്നതോടുകൂടി KC വേണുഗോപാൽ, ശോഭാ സുരേന്ദ്രൻ, സിറ്റിംഗ് MP MA ആരിഫ്, എങ്ങനെയായിരിക്കും ഈ തിരഞ്ഞെടുപ്പിൽ UDFിനോ LDFിനോ BJPക്കോ മേൽക്കൈ നേടാൻ സാധിക്കുക? കളം നിറഞ്ഞിരിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. ആരിഫിനോടൊപ്പമോ വേണുഗോപാലിനോടൊപ്പമോ അതല്ല ശോഭാ സുരേന്ദ്രനോടൊപ്പമോ ആലപ്പുഴ എന്നതാണ് ചോദ്യം. ആലപ്പുഴ മണ്ഡലത്തിൽ നിന്നും റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്കൊപ്പം അതിഥികളായി ചർച്ചയിലുള്ളത് കോൺഗ്രസിൽ നിന്നും A. ഷുക്കൂർ, CPM നിന്നും PP ചിത്തരഞ്ജൻ MLA, BJPയിൽ നിന്നും വിമൽ രവീന്ദ്രൻ എന്നിവരാണ് തത്സമയം ചേരുന്നത്. ഒപ്പം ആലപ്പുഴയിലെ വോട്ടർമാരെയും നമ്മൾ ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ ചിത്തരഞ്ജനിൽ നിന്ന്. സിറ്റിംഗ് MP ആണ്. ആരിഫ് കഴിഞ്ഞ തവണ വിജയിച്ച മണ്ഡലമാണെങ്കിലും മത്സരിക്കാനെത്തുന്നത് കോൺഗ്രസിൻ്റെ ദേശീയ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി KC വേണുഗോപാലാണ്. അപ്പുറത്ത് ശോഭാ സുരേന്ദ്രനാണ്. സർക്കാർ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രാരാബ്ദങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മോദി സർക്കാരിനെ എതിർക്കാൻ പാർലമെന്റിലേക്ക് ആലപ്പുഴ മണ്ഡലത്തിൽ നിന്നുള്ള വോട്ടർമാർ എന്തുകൊണ്ട് ആരിഫിനെ ഇത്തവണ തിരഞ്ഞെടുക്കണം? മൈക്ക് സർ. കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കേരളത്തിൽ പ്രത്യേകിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രതികൂലമായ ഒരു സാഹചര്യത്തിലായിരുന്നു തിരഞ്ഞെടുപ്പ് എന്നുള്ളത് അതിൻ്റെ വിധി വന്നപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ്. 20 പാർലമെൻറ്റ് സീറ്റിൽ ആ ഞങ്ങൾക്കെതിരായിട്ട് കേരളത്തിൽ ആഞ്ഞു വീശിയ കാറ്റിനെ തടഞ്ഞു നിർത്തുവാൻ കഴിഞ്ഞ ഒരു മണ്ണെന്നുള്ള നിലയിൽ സഖാവ് ആരിഫിനെ വിജയിപ്പിച്ചുകൊണ്ട് ഈ കേരളത്തിൻ്റെ മുന്നിൽ ആലപ്പുഴ കാട്ടിയ ഉജ്ജ്വലമായ പോരാട്ടങ്ങളുടെ ആ പിന്തുണക്കാരുടെ പൈതൃകം അത് ഞങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്നത് തന്നെയാണ്. കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞാൽ ഇപ്പം നാട്ടിൽ പറയുന്നത് പോലെ ഞങ്ങൾക്ക് പാട്ടും പാടി ജയിക്കാൻ കഴിയുന്ന സാഹചര്യം ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അത് പാർലമെൻറ്റ് അംഗം ജനങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു 5 വർഷവും. കേന്ദ്ര BJPയുടെ ഗവൺമെൻറ് ഒരു വർഷക്കാലം 5 കോടി രൂപ വീതം നേരത്തെ MPമാർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് 2 വർഷക്കാലം ഒരു നയാ പൈസ പോലും കൊടുത്തില്ല. അതിനുശേഷം എല്ലാം കൂടെ കൊടുത്തത് 7.5 കോടി രൂപയാണ്. ആ 7.5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ 7.5 കോടി 7 അസംബ്ലി മണ്ഡലത്തിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. എന്നാൽ ഈ 5 വർഷക്കാലവും ഒരു പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലയിൽ നമുക്കെല്ലാവർക്കും ഇപ്പോൾ എല്ലാ രേഖകളും പരിശോധിക്കാൻ കഴിയുന്നതാണ്. പാർലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ ഹാജർ 89%. എന്ന് മാത്രമല്ല ഒരു പുതിയ MP ആണെങ്കിലും 109 സംവാദങ്ങളിൽ പങ്കെടുക്കുവാൻ ആലപ്പുഴയിൽ നിന്നുള്ള ആരിഫിന് കഴിഞ്ഞു. 234 ചോദ്യങ്ങൾ അദ്ദേഹത്തിന് ചോദിക്കുവാൻ കഴിഞ്ഞു. 3 സ്വകാര്യ ബില്ല് അത് അദ്ദേഹത്തിന് അവതരിപ്പിക്കുവാൻ കഴിഞ്ഞു. ആലപ്പുഴയുടെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ മണ്ഡലത്തിലേക്ക് വരാം. അതിനു മുമ്പ് ദേശീയ രാഷ്ട്രീയത്തിൽ ആരിഫ് MP വിജയിപ്പിക്കുന്നത് കൊണ്ട് എന്തു മെച്ചമാണ് ഉണ്ടാവുക? അതാ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് പൗരത്വ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യാൻ പോകുന്നു. അല്പസമയം മുമ്പാണ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ കേന്ദ്ര സർക്കാർ എല്ലാ തരത്തിലും നേരിടാൻ പോകുമ്പോൾ ആരിഫ് MPക്ക് എങ്ങനെയാണ് ഈ മോദി സർക്കാരിനെ പിടിച്ചു നിർത്താൻ കഴിയുക? കാരണം മറുഭാഗത്ത് മത്സരിക്കുന്നത് KC വേണുഗോപാലാണ്. ഒരുപക്ഷെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ കേന്ദ്രമന്ത്രിയാകാൻ സാധ്യതയുള്ളയാളാണ് KC വേണുഗോപാൽ. സത്യത്തിൽ ഈ BJPയെ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ലോകസഭയിലും രാജ്യസഭയിലും ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ ഇന്ന് നിലവിലുള്ള ഭരണഘടനയെ തന്നെ മാറ്റിമറിക്കുമെന്നാണ് ഇന്നലെയും BJPയുടെ ഉന്നതരായ നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ളത്. ഞാനൊരു കുസൃതിക്ക് ചോദിക്കുന്നു. അരുണനെ പോലൊരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, ഇന്ന് രാജ്യസഭയിൽ 4 പേരുടെ കുറവാണ് BJPക്കുള്ളത്. ആ 4 പേരുടെ കുറവുള്ള BJPയെ
അവർക്ക് 4 പേര് കൂടെ ജയിച്ചാൽ രാജ്യസഭയിൽ ഭൂരിപക്ഷമായി. കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണ് രാജസ്ഥാനിൽ നിന്നും ബഹുമാനപ്പെട്ട ശ്രീ KC വേണുഗോപാൽ രാജ്യസഭയിലേക്ക് പോകുന്നത്. അദ്ദേഹം ഇനി ഇവിടെ തിരഞ്ഞെടുത്തെന്നിരിക്കട്ടെ, നമ്മൾ ഒരു ചർച്ചയ്ക്ക് വേണ്ടി എടുക്കട്ടെ. അപ്പോൾ പിന്നെ BJPക്ക് രാജസ്ഥാനിൽ ഒരു MP കൂടെ തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ നാടകമല്ലേ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ശ്രീ A. ഷുക്കൂർ. ഈ ചോദ്യമാണ് ആലപ്പുഴ മണ്ഡലത്തിൽ CPM ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവും. KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കാൻ വരുന്നത് രാജസ്ഥാനിൽ നിങ്ങളൊരു രാജ്യസഭാ സീറ്റ് BJPക്ക് കൊടുത്തുകൊണ്ടാണ്. രാജസ്ഥാനിൽ BJPക്ക് ഒരു സീറ്റ് കൊടുക്കുന്ന KC വേണുഗോപാൽ ലോക്സഭയിലൂടെ മത്സരിച്ച് പാർലമെന്റിലെത്തിയാൽ BJP ചെറുക്കുമെന്ന് പറയുന്നതിൽ വൈരുദ്ധ്യമില്ലേ? ഒട്ടും ശരിയായതല്ല. ലോക്സഭാ അംഗങ്ങളാണ് മുഖ്യം എന്ന് പറഞ്ഞാൽ, പക്ഷെ ഭരണഘടനാ ഭേദഗതി വന്നാൽ, ഞാൻ പറയട്ടെ, ഭരണഘടനാ ഭേദഗതി എപ്പോഴാണ് വരാനുള്ളത്? ഇനി ഒരു ഗവൺമെൻറ് ഉണ്ടായി ഒരു ഭരണഘടനാ ഭേദഗതിയാകാം. അതിനു മുമ്പ് ഏറ്റവും പ്രസക്തമായത് ലോകസഭയിലെ അംഗബലമാണ് ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ പോകുന്നത്. ആ ഗവൺമെൻറ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ലോകസഭയിലെ അംഗബലം ആ ഭൂരിപക്ഷത്തിലേക്ക് വരണം. അതിനുതകുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടണം. തിരിച്ചു ചിന്തിക്കാമല്ലോ. ലോക്സഭയിൽ BJP അധികാരത്തിൽ വരുന്നു. ആലപ്പുഴയിൽ നിന്ന് നേരത്തെ ശ്രീ ചിത്രരഞ്ജൻ പറഞ്ഞതുപോലെ KC വേണുഗോപാൽ വിജയിക്കുന്ന സാഹചര്യവും ഉണ്ടാവുന്നു. അപ്പോൾ രാജസ്ഥാനിൽ BJPയുടെ NDAയുടെ സീറ്റ് വിഹിതം 117 നിന്ന് 118 ആവും. അല്ല, അങ്ങനെ വന്നാലും ഈ ലോക്സഭയിൽ എങ്ങനെ വന്നാലും ഒരു നഷ്ടവും ഈ ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാകാൻ പോകും. അല്ലെങ്കിലും ഇന്ത്യ മുന്നണിക്ക് നഷ്ടം ഉണ്ടാകുന്നില്ലല്ലോ. ഇവിടെ നിന്ന് ഒന്നുകിൽ ആരിഫ് വിജയിക്കും, അതല്ലെങ്കിൽ ഉറച്ച സീറ്റാണ് രാജ്യസഭാ സീറ്റ്. ആ രാജ്യസഭയിലെ ഉറച്ച സീറ്റ് നിങ്ങൾ BJPക്ക് വിട്ടുകൊടുത്തിട്ട് രാജ്യസഭ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന ഒരു ഭരണകൂടത്തിന് അത്ര ശക്തമായ വാദത്തിന്റെ ഭാഗമല്ല. അതെങ്ങനെയാണ്? 117 പേരാണ് ഇപ്പോൾ. ലോക്സഭ BJPയെ പച്ചയായി സഹായിക്കുന്നത് ആരാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമാവും. അതെല്ലാം ഞാൻ പിന്നാലെ പറയാം. വിശദീകരിക്കുമെന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇപ്പൊ ഷുക്കൂറിന് തന്നെ വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുന്ന നോക്കൂ, രാജ്യസഭയിൽ നിന്ന് KC വേണുഗോപാൽ ഒഴിഞ്ഞ സീറ്റിലേക്ക് ഇനി കോൺഗ്രസിന് ജയിക്കാൻ പറ്റുമോ? രാജ്യം തന്നെ നിലനിന്നാലല്ലേ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കൂ. ഭരണഘടനാ ഭേദഗതി ഉണ്ടാക്കുമെന്ന് പറയുന്ന ആളുകളുടെ മുമ്പിൽ ഭരണഘടനാ ഭേദഗതി ഉണ്ടാകാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യം ലോക്സഭ. പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ വിമലിലേക്ക് വരാം. വളരെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ചോദ്യം ഉള്ളതുകൊണ്ടാണ് വിമൽ രവീന്ദ്രൻ. ചിത്രരഞ്ജൻ, നോക്കൂ, ലോക്സഭയിലേക്ക് വിജയിച്ച് ഭരണം പിടിച്ചാൽ പിന്നെ രാജ്യസഭയിലെ പ്രശ്നം ഉദിക്കുന്നില്ലല്ലോ. അതാണ് ചിത്രരഞ്ജൻ പറയുന്നത്. അപ്പൊ പ്രധാനം ലോക്സഭയാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഞങ്ങൾ ഈ ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസിന്റെ MPമാരെക്കാൾ, കാരണം കോൺഗ്രസിന് ജയിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് എല്ലാവരും ഉണ്ടാകണമെന്നില്ല, ഞങ്ങള് ഇടതുപക്ഷക്കാർ, ഞങ്ങൾ അവസാന ശ്വാസം വരെ ഞങ്ങൾ നിന്നെടുത്ത് നിൽക്കും. അറിയാലോ, 1 UPA ഗവൺമെന്റ്, 2 UPA ഗവൺമെന്റ് ഒരധികാരവും വാങ്ങാതെ ഞങ്ങൾ പിന്തുണ കൊടുത്തവരാ. കേരളത്തിന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. അല്ലല്ല, ഞങ്ങൾക്കില്ലല്ലോ. ഞങ്ങൾ അവിടെ ശക്തി അല്ലല്ലോ, ഇവിടെ അതിന് പ്രസക്തി ഇല്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ബഹുമാനപ്പെട്ട KC വേണുഗോപാൽ കേന്ദ്രമന്ത്രിയാകാൻ രാജ്യസഭയിലായാലോ ആകാമല്ലോ, ആരിഫിന് MP ആകാമല്ലോ. 2 ഇന്ത്യ മുന്നണിക്കാരല്ലേ ജയിക്കാൻ പോണത്? 2 ഇന്ത്യ മുന്നണി വേണോ? 2 ഇന്ത്യ മുന്നണി വേണോ? 2 ഇന്ത്യ മുന്നണി വേണോ? 2 ഇന്ത്യ മുന്നണി വേണോ? 2 പേരാണ്. രാജ്യത്തിൽ ഞങ്ങളെക്കാൾ രാജ്യസ്നേഹപരമായ നിലപാടെടുത്ത ഉറച്ചു നിൽക്കുന്നവർ വേറെ ആരും കാണില്ല. അതാണ് ഇടതുപക്ഷക്കാരായിരിക്കും. ഞങ്ങൾ ഇടതുപക്ഷക്കാരെ പോലെ വിശ്വസിക്കാൻ കഴിയുന്ന ആരെയാണ്? അതിലേക്ക് വരാം. വിമൽ, നോക്കൂ, ഇരു മുന്നണികളും ഒറ്റ ശബ്ദത്തിലാണ് നരേന്ദ്രമോദി സർക്കാരിനെ എതിർക്കുക എന്നുള്ളതാണ് അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള അജണ്ട, ഇന്ത്യ മുന്നണിയുടെ പ്രഖ്യാപിത അജണ്ട. നിങ്ങൾ പൗരത്വ നിയമ ഭേദഗതി, അല്പസമയം മുമ്പാണ് പൗരത്വ നിയമ ഭേദഗതിയുടെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാർ
മറ്റൊരു സ്ട്രൈക്ക് കൂടി നടത്തിയിരിക്കുന്നു. അപ്പോൾ ഈ സർക്കാരിനെ തുടർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ എന്തും ചെയ്യുമെന്ന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് KC വേണുഗോപാൽ ഇവിടെ നിന്ന് മത്സരിക്കാനായിട്ട് എത്തുന്നത്. ആലപ്പുഴയിൽ നിങ്ങൾ നിർത്തിയിരിക്കുന്നത് ശോഭാ സുരേന്ദ്രനാണ്. ഏറ്റുമുട്ടുന്നത് ആരിഫും KC വേണുഗോപാലും ശോഭാ സുരേന്ദ്രനും തമ്മിലാകുമ്പോൾ ആലപ്പുഴയിലെ ജനങ്ങൾ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമില്ലേ? ആലപ്പുഴയിലെ ജനങ്ങൾ ഒരു വികസന മുന്നേറ്റം ആഗ്രഹിക്കുന്നുണ്ട്. നരേന്ദ്രമോദിജി ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഈ ഭാരതത്തിൽ നടപ്പിലാക്കിയ സദ്ഭരണം തുടരാൻ ആലപ്പുഴയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനനുകൂലമായി ജനങ്ങൾ ചിന്തിക്കും. അതിനടിസ്ഥാനത്തിൽ ശ്രീമതി ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴയിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ ആലപ്പുഴ ജനങ്ങൾ തെരഞ്ഞെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ദേശീയ ജനാധിപത്യ സഖ്യം, ഭാരതീയ ജനതാ പാർട്ടി, അതിനെ പ്രധാനമന്ത്രി ആലപ്പുഴയിലേക്ക് നിർദ്ദേശിച്ചത് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ്റെ പേരാണ്. ശോഭാ സുരേന്ദ്രനെ കുറിച്ച് അറിയാവുന്ന ഈ നാട്ടിലെ ജനലക്ഷങ്ങൾക്കറിയാം. ആറ്റിങ്ങലിൽ തങ്ങൾ CPM പ്രവർത്തനമായതുകൊണ്ട് ആറ്റിങ്ങലിൽ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ മത്സരിക്കുന്ന സമയത്ത് 7% മാത്രം വോട്ടുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ വോട്ട് 27% വർദ്ധിപ്പിച്ച സ്ഥാനാർത്ഥിയാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. അതുകൊണ്ട് നിസ്സംശയം പറയാൻ സാധിക്കും, ആലപ്പുഴയിലെ ഒരു 10 വർഷക്കാലത്തെ രാഷ്ട്രീയ ചരിത്രം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മളത് പരിശോധിക്കണം. പക്ഷേ ആറ്റിങ്ങലിലെ ഒരു ചക്ക വീണ് മൂല് ചത്തു എന്നതുകൊണ്ട് ആലപ്പുഴ നടക്കും ഞാൻ പറഞ്ഞു വരുന്നത്. ആലപ്പുഴയിലെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് കേവലം 3% മാത്രം വോട്ടുള്ള ഈ ആലപ്പുഴയിൽ 10 വർഷം കൊണ്ട് 800% വോട്ടിന്റെ വർധന ഉണ്ടായിട്ടുള്ളൂ. 1,87,000 വോട്ട്. 1,87,000 വോട്ട് 10 വർഷങ്ങൾക്ക് മുമ്പ് കേവലം 19,000 വോട്ട് മാത്രമുള്ള ദേശീയ ജനാധിപത്യ സഖ്യം ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള കർഷക തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, തീരദേശ ജനത, പരമ്പരാഗത കൈത്തൊഴിൽ കൊണ്ട് ജീവിക്കുന്ന ഒരു ജനത, സാധാരണക്കാരെ നെഞ്ചിലേറ്റിയ ഒരു പ്രസ്ഥാനമായി ദേശീയ ജനാധിപത്യ സഖ്യം മാറുന്ന സൂചനയാണ് കാണുന്നത്. അതുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയെ തന്നെ തെരഞ്ഞെടുക്കും. ഇവിടെ രണ്ടുപേരും പറഞ്ഞല്ലോ, ഇന്ത്യ മുന്നണിയിൽ ഉൾപ്പെട്ടിട്ടുള്ള 2 മുന്നണിയുടെ നേതാക്കന്മാരാണ് എൻ്റെ മുമ്പിലുള്ളത്. ഒരു പാർട്ടിയായിട്ട് ഒറ്റയ്ക്ക് ഈ കേരളത്തിൽ മത്സരിക്കാൻ നിങ്ങൾ തയ്യാറാകേണ്ടതായിരുന്നു. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും അടക്കം തന്നെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് മത്സരിക്കാൻ വേണ്ടി നേതൃത്വം നൽകുമ്പോൾ ഇപ്പോൾ CPIയെ സംബന്ധിച്ചിടത്തോളം, CPMനെ സംബന്ധിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ എന്ത് പ്രസക്തിയെന്ന് എനിക്കറിയത്തില്ല. കാരണം അവർ ചിലപ്പോൾ 2 എന്നുള്ളത് 3 ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും മത്സരിക്കുന്നത്. സാമാന്യ ജനത്തിനറിയാം, ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ദേശീയ തലത്തിൽ ഏത് സർക്കാരാണ് ഭരിക്കേണ്ടതെന്നുള്ള തെരഞ്ഞെടുപ്പാണ്. അത് ജനങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. നരേന്ദ്രമോദിജി വീണ്ടും അധികാരത്തിൽ തുടരും, സദ്ഭരണം തുടരും. അത് വ്യക്തമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും 37% കൂടുതൽ ജനങ്ങളുടെ പിന്തുണ നരേന്ദ്രമോദി സർക്കാരിനില്ല എന്ന് ഓർമ്മിക്കണം വിമൽ. കഴിഞ്ഞ തവണ പോലും എന്തൊക്കെ പറഞ്ഞാലും ശരി, 2014 നിന്നും 2014 നിന്ന് 2019 എത്തുമ്പോൾ നരേന്ദ്രമോദി സർക്കാർ ഉയർത്തിയിട്ടുള്ള ഒരു വികസന മുദ്രാവാക്യമുണ്ട്. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ്. എല്ലാവർക്കും പ്രയാസം ഉണ്ടാക്കുന്ന സർക്കാർ, എല്ലാവരുടെയും പ്രയാസങ്ങൾ പരിഹരിക്കും സർക്കാർ. ആ കഷ്ടതകളിൽ നിന്ന് ജനങ്ങൾക്ക് മുക്തി കൊടുത്ത സർക്കാരാണ്. ആ സർക്കാരിനെ ജനങ്ങൾ വീണ്ടും തെരഞ്ഞെടുത്തില്ലേ? 2019 വീണ്ടും തെരഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്കിന്ന് അറിയാൻ സാധിക്കുന്ന അപ്രസക്തമായിരിക്കുകയാണ് ഈ രാജ്യത്തെ പ്രതിപക്ഷ സഖ്യങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ കർണാടക അടക്കം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി. ഞാനൊന്ന് വരാം. വോട്ടർമാരുടെ പ്രതികരണം ചോദിച്ചിട്ടുണ്ട്. ആരായിരിക്കും ആലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് പോകാൻ സാധ്യത? ഉറപ്പുള്ള കാര്യമല്ലേ, AMRയും സഖാവ് തന്നെയായിരിക്കും ഈ ആലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് പോകാൻ പോകുന്നത്. അതൊരു ഡൗട്ടുമേ ഇല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ പ്രസംഗം പറഞ്ഞ നമ്മുടെ ഷുക്കൂറിക്കടൊക്കെ ഞാൻ ചോദിക്കുകയാണ്. പുള്ളി പറയുമ്പോൾ തന്നെ പുള്ളിക്ക് മാനസിക കുറേ പ്രയാസങ്ങളൊക്കെ ഉണ്ട്, മനസ്സിലായില്ലേ? അത് പുള്ളി മനസ്സിലായി. 25 പേര് രാജസ്ഥാനിൽ നിന്ന് പോയ ആ കണക്കൊന്നും അവർക്ക് അറിയണ്ട. അവർ പറഞ്ഞത് ഇത് വലിയൊരു പ്രസ്ഥാനമാണ്. ലോക്സഭയിൽ ഒറ്റക്കക്ഷിയായെങ്കിലല്ലേ നിങ്ങളെ മന്ത്രിസഭ ഉണ്ടാക്കാൻ വിളിക്കൂ? ആരെ അവർ ഒറ്റക്കക്ഷി? ഞങ്ങളുടെ ഒരു കാര്യമുണ്ട്. ഈ സോണിയാഗാന്ധി പണ്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കൂട്ടത്തിലുള്ളവരാണ് LDFകാരെന്ന്. LDFകാർ ചതിച്ചു പോകത്തില്ലെന്ന് അവർക്കറിയാം. KC വേണുഗോപാൽ മത്സരിക്കാതെ ആലപ്പുഴയിൽ നിന്ന് കോൺഗ്രസ് തോറ്റുപോയാൽ ഒറ്റക്കക്ഷി ഉണ്ടാവുന്നതിന് ഒരു സീറ്റ് മാത്രമേ ബാക്കിയുള്ളെങ്കിൽ അത് നഷ്ടമാർക്കായിരിക്കും. അവർക്ക് നഷ്ടം ഉണ്ടാവും. അതുകൊണ്ട് ആ നഷ്ടം പരിഹരിക്കാൻ അവർ വരുന്നത് എന്തിന്? കോൺഗ്രസ് അവര് ഏജന്റാണ്. നോക്കൂ, രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്ര 2ാം ഘട്ടം അവസാനിക്കാൻ പോവുകയാണ്. മഴയും തണുപ്പുമേറ്റ ആ മനുഷ്യൻ പോരാടുകയല്ലേ? അത് മാത്രമേ ഉള്ളൂ. പോകുന്ന സ്ഥലത്തുനിന്നല്ല കോൺഗ്രസ്സുകാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, അതിനുശേഷം ഈ എത്ര സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഓരോരുത്തർ പൊഴിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ ഈ തൃത്താലയിലെ അവിടുത്തെ മുൻ MLA ഉണ്ടല്ലോ, പുള്ളി
പേരാണ് പോയിക്കൊണ്ടിരുന്നത്? ത്രിപുരയും പഞ്ചാബ് സംസ്ഥാനം മൊത്തം പോയി. ഞാൻ തിരിച്ചു വരത്തില്ലേ? തിരിച്ചു വരേണ്ടല്ലേ കണ്ടത്? അവിടെ ഈ വിഭജന പ്രസ്ഥാനത്തിന്റെ ഒരു വലിയ റാലി നടന്നപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. നിങ്ങൾ റിപ്പോർട്ടർ ഉൾപ്പെടെ കാണിച്ചതാണ്. ആ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വന്നത്. തിരിച്ചു വരിക തന്നെ ചെയ്യും, മനസ്സിലായില്ലേ? അതിനകത്ത് ഒരു ഡൗട്ടുമേ ഇല്ല. ഇവിടെ ഉണ്ടായ 20 സീറ്റ് ഞങ്ങൾക്ക് നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ കേരളത്തിലെ എല്ലാ ജനങ്ങളും ഈ 20 സീറ്റ് 2 കൈയോടെ തിരികെ തരിക തന്നെ ചെയ്യും. അതിനൊരു ഡൗട്ടും വേണ്ട. എത്ര കോടി രൂപയാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്? അന്തസ്സുണ്ടെങ്കിൽ ഞങ്ങളുടെ വീതം ഞങ്ങൾക്ക് തിരിച്ചു തരണം. ഞാൻ കിട്ടാനുള്ള വീതം തിരിച്ചു തരാതെ പിടിച്ചു വെച്ചുകൊണ്ട് ഒരു സംസ്ഥാനത്തെ എങ്ങനെ നശിപ്പിക്കാൻ പറ്റുമോ അങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ? എന്താ പ്രതികരണം പറഞ്ഞോ പെട്ടെന്ന്. ഇതിപ്പം KC വേണുഗോപാലും BJP എന്നുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. 4 വോട്ടിന്റെ ഭൂരിപക്ഷം കുറവേ മാത്രമേ രാജ്യസഭയിലുള്ളൂ. KC വേണുഗോപാല് ഇനി ഇവിടെ ജയിച്ചാൽ രാജ്യസഭയിലെ സീറ്റ് അവിടെ BJPക്ക് കിട്ടും. അത് ഇവരുമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. പക്ഷേ KC വേണുഗോപാൽ ജയിച്ച് ഒറ്റകക്ഷിയായി കേന്ദ്രത്തിലെത്തിയാൽ ഭരണം ഇന്ത്യ കോൺഗ്രസ് ജയിക്കുന്ന ആർക്കാ ഉറപ്പ്? അങ്ങോട്ട് ഉറപ്പ്. ഷുക്കൂർ, അതാണ് ഇപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം. പത്മജ അടക്കമുള്ളവർ കൂറുമാറുന്ന ഒരു സാഹചര്യത്തിൽ KC വേണുഗോപാൽ തന്നെ കോൺഗ്രസിൽ കാണുമോ എന്നാണ് ഉറപ്പ് എന്നാണ് ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ KC വേണുഗോപാൽ രാജ്യസഭാ സീറ്റ് BJPക്ക് വിറ്റിട്ട് വന്നതാണോ എന്നാണ് അവരുടെ ചോദ്യം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എത്ര വർഷക്കാലം ഭരിച്ച CPM ഭരിച്ച സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ? എത്ര വർഷക്കാലം രാജ്യം ഭരിച്ച സംസ്ഥാനം ഭരിച്ച പാർട്ടിയാണ് CPM ത്രിപുരയിൽ? എത്ര വർഷക്കാലം? ഇപ്പൊ 10 വർഷം തികയാൻ പോകുന്ന ഘട്ടത്തിലേക്ക് പോകുന്ന പിണറായിയുടെ ഭരണം ഇതെല്ലാം ജനങ്ങൾ കാണുന്നില്ലേ? ഏതെല്ലാം സ്ഥലത്ത് പാർട്ടി അംഗങ്ങൾ മാത്രമല്ല പാർട്ടി ഓഫീസ് ഉൾപ്പെടെ BJPയിലേക്ക് പോയ കാഴ്ച CPMൽ നമ്മൾ കണ്ടില്ലേ? ഹോൾസെയിലായിട്ട് പോയി. കൊടി ത്രിവർണ്ണ കൊടിയല്ല, അവിടെ ചെങ്കൊടി താഴ്ത്തി ഈ ഉയർത്തുന്നു. ഈ താമരക്കൊടി ഉയർത്തുന്നത് കണ്ട സ്ഥലങ്ങൾ നമ്മളില്ലേ? പശ്ചിമ ബംഗാളിലില്ലേ? ത്രിപുരയിലില്ലേ? ഈ അടുത്ത കാലത്ത് കേരളത്തിലും ഉണ്ടായല്ലോ. അപ്പോ എവിടെയുണ്ട് എന്നുള്ള അന്വേഷിച്ചു. തിരുവനന്തപുരം ജില്ലയിലുണ്ടായില്ലേ? തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഒരു വാർഡ് BJPയുടെ CPM തിരിച്ചു പിടിക്കുകയത്. അതെല്ലായിടത്തും ഉണ്ടായിട്ട് കോൺഗ്രസ് CPMന്റെ എത്ര സീറ്റുകൾ ഞങ്ങൾ തിരിച്ചു പിടിച്ചു? ഈ അനിൽ ആന്റണി പോയതുപോലെ, പത്മജ പോയതുപോലെ, ടോം വടക്കൻ പോയതുപോലെ ഒരാൾ CPMന് കേരളത്തിൽ പോയോ? പത്മജയും ടോം വടക്കനെയും മറ്റുള്ളവരെ എല്ലാം കൊണ്ടുപോയത് എന്തിനു വേണ്ടിയാണ്? കുതിരക്കച്ചവടം ആഗ്രഹിക്കുന്നവർ പോകും, അവര് പൊക്കോട്ടെ. ലീഡറുടെ മകളാണ്, നിങ്ങളുടെ ലീഡറുടെ മകളാണ് സാർ. അതെ, ശരിയാ. എത്ര ലീഡറുടെ മോളാണെന്ന് പറഞ്ഞാലും ആ ഉള്ളിന്റെ ഉള്ളിലെ താല്പര്യം എന്ത് എന്നുള്ളതെന്ന് പറഞ്ഞത് വ്യക്തമാക്കപ്പെടുന്ന സന്ദർഭങ്ങൾ പലത് വന്നു. ഒരു ഘട്ടത്തിൽ അവർ തന്നെ പറഞ്ഞു, ഗുരുവായൂരപ്പൻ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാലും നടക്കില്ല. അതാ മനം. അപ്പൊ എവിടെയാണ് കാരണം? അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. പോയത് തന്നെയാണ്. അങ്ങനെ കോൺഗ്രസുകാരുടെ മേലിൽ ഒരു സംശയത്തിന്റെ നിഴൽ പതിച്ചിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. ഒരു സംശയത്തിന്റെ നിഴൽ പതിച്ചിട്ടുണ്ടോ കോൺഗ്രസുകാരുടെ പുറത്ത്? CPMന്റെ പ്രചരണം ഇതാണ്, കോൺഗ്രസിന്റെ കയ്യിൽ കുത്തിയ താമരയ്ക്ക് പോകുന്ന. നിങ്ങൾ കാണും, 20 പാർലമെന്റ് അംഗങ്ങൾ ആയി മത്സരിക്കുന്നവരുടെ പ്രഖ്യാപനമുണ്ടായി. ഇന്നലെ മുതൽ നമ്മുടെ സംസ്ഥാനത്ത് കാണുന്ന ചിത്രം ഒന്ന് കാണൂ. വടകരയിലേക്ക് നോക്കൂ, ആലപ്പുഴയിലേക്ക് നോക്കൂ, തൃശ്ശൂരിലേക്ക് നോക്കൂ. മാറ്റങ്ങൾ കാണുന്നില്ലേ? ജനമുന്നേറ്റം ഉണ്ടാകാൻ പോകുന്നു. ജനവിരുദ്ധ സർക്കാരുകൾക്കെതിരെ, വടകരയിലെ കടത്തനാടൻ മണ്ണിലെ സീൻ മാറി എന്നാണ് ഷുക്കൂർ പറയുന്നത്. അവിടെ ഷാഫി അലക്കടലിളക്കി. ആലപ്പുഴയിലും KC വേണുഗോപാൽ എത്തിയതോടുകൂടി കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഉന്മേഷമാണ്. തൃശ്ശൂരിൽ ഒരു വലിയ രീതിയിൽ പൂരം ഒഴുകി വരികയാണ് കെ മുരളീധരനോടൊപ്പം. അപ്പോൾ സീൻ മൊത്തം മാറുമ്പോൾ നിങ്ങൾക്കൊരു പരിഭ്രാന്തി ഉള്ളത് കൊണ്ടാണോ KC വേണുഗോപാൽ രാജ്യസഭാ സീറ്റ് കച്ചവടം ചെയ്തു എന്നൊക്കെ പറയുന്നത്? ഇവിടെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20 മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ലിസ്റ്റ് ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പൊന്ന് നോക്കി. ഇപ്പം ഞാൻ നോക്കിയപ്പോഴാണ് 4 മണ്ഡലത്തിൽ മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾ കൈപ്പത്തി വിട്ടിട്ട് താമരയിൽ മത്സരിക്കുകയാണ് ഇത്തവണ. ഒന്ന്
മുഖ്യമന്ത്രിക്കെതിരെ ധർമ്മടത്ത് മത്സരിച്ച രഘുനാഥ്, അങ്ങനെ പറയണം, എന്നാലാണ് പ്രാധാന്യം. അദ്ദേഹമാണ് കണ്ണൂരിലെ BJP സ്ഥാനാർത്ഥി. ആ പരിണാമം ഒന്ന് ആലോചിച്ചോണം. പത്തനംതിട്ടയിൽ സാക്ഷാൽ അനിൽ ആന്റണി, കോൺഗ്രസിൻ്റെ രണ്ടാമനായിരുന്ന ആളുടെ മകൻ അല്ലേ. 3 കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ കൈപ്പത്ത് ചിഹ്നത്തിൽ മാവേലിക്കരയിൽ മത്സരിച്ച ബൈജു കലാശാല മത്സരിക്കുക BJPക്ക് വേണ്ടി. മറ്റൊന്ന് വൈസ് ചാൻസലറൊക്കെ ആയിരുന്ന അബ്ദുൽ സലാം, UDFൻ്റെ ലീഗിൻ്റെ നേതാവ്, അദ്ദേഹം മലപ്പുറത്ത് മത്സരിക്കുന്നു. ആരുടെ ആളായി? താമര. ഇനി അദ്ദേഹം പറഞ്ഞല്ലോ ഞങ്ങളുടെ കൂടെ ഒന്ന് വലിയ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഇപ്പം ലീഡറുടെ മകൾ മോശക്കാരെത്തി, അവർ പറഞ്ഞോട്ടെ, നമുക്കാർക്കും തർക്കമില്ല. പക്ഷേ പത്മജയെ കാണാൻ വേണ്ടി എത്ര മണിക്കൂർ, എത്ര നേതാക്കന്മാർ പോയി, എത്ര ദിവസക്കാലം തപസിരുന്നിട്ടുണ്ടെന്നുള്ള കാര്യമല്ല ഈ നാട്ടിലെ മാധ്യമപ്രതികളായി നിങ്ങൾക്കറിയാലോ. വിട്ടേരി, പത്മജയ്ക്ക് വേണ്ടി വാദിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. പത്മജ പറഞ്ഞൊരു കാര്യം ഞാൻ ഇന്ന് വായിച്ചു. എൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അതിനകത്ത് പോയനോന്നാ, എന്നെ വിട്ടിരിക്കുന്ന എൻ്റെ ആങ്ങളെയാണെന്നാ. അപ്പോൾ തൊട്ട് പുറകെ വരുന്നുണ്ടെന്ന്, നീ പോയി നല്ലൊരു സ്ഥലമൊക്കെ ഒരുക്കി ഇടുക, ആങ്ങളെ പുറകെ വരുന്നുണ്ട്. അവിടെ വലിയ കുഴപ്പം. ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ മന്ത്രിയായിരുന്നിട്ട് പോയി അസംബ്ലിയിൽ മത്സരിച്ച് 6 മാസം വൈദ്യുത മന്ത്രിയായിരുന്നിട്ട് തോറ്റൊരു ചരിത്രം ഒരാളെ പറയാവോ? ഒരു മന്ത്രി തോറ്റ്. ഞങ്ങളുടെ പാർട്ടി ഏരിയ സെക്രട്ടറിയാണ് ആര്? AC മൊയ്തീൻ. ഞങ്ങളുടെ ഏരിയ സെക്രട്ടറിയുടെ മുമ്പിൽ പോയി തോറ്റ ആളാണ് ഏതാ? ഈ ഗജവീരൻ എന്ന് പറയുന്നത്. അദ്ദേഹം മത്സരിച്ചതിനേക്കാൾ കൂടുതൽ തോറ്റിട്ടുണ്ട്. വടകരയിൽ P. ജയരാജനെ മുട്ടുകുത്തിച്ചതും അതെന്ത്? P. ജയരാജൻ എന്ന് പറയുന്നത് അത്ര വലിയ അല്ല, അദ്ദേഹം ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി, കണ്ണൂരിന്റെ ചങ്കല്ലേ P. ജയരാജൻ. അതൊക്കെ സമ്മതിച്ചു. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഈ മന്ത്രിസ്ഥാനത്ത് നിന്ന് പ്രിയപ്പെട്ട ആരുടെ ഒന്ന് ആലോചിക്ക്, ഇരുന്നിട്ട് പോയി തോറ്റിട്ട ഒരാളുണ്ടോ? KPCC പ്രസിഡന്റ് സ്ഥാനവും കളഞ്ഞിട്ടാണ് അദ്ദേഹം പോയത്. ഇനി അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാനൊന്ന് നോക്കി. SM കൃഷ്ണ ആരായിരുന്നു? 12 മുഖ്യമന്ത്രിമാരെ എണ്ണം പറഞ്ഞ 7.5 കഴിയും. അതാണ് 12 മുൻ മുഖ്യമന്ത്രിമാർ. എവിടെയാണിപ്പോ? കോൺഗ്രസിലല്ല, BJPയിൽ 110 MPമാർ. ഇന്ന് ഇന്ത്യൻ ലോകസഭയിലുള്ള BJPയുടെ ആകെ MPമാരിൽ ഇവിടെ പശ്ചിമ ബംഗാളും ത്രിപുരയും അതുകൊണ്ടാണ്. അതെ, ഞങ്ങൾ പറയട്ടെ, ആർക്ക് അല്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ നാളെ പോയിട്ടില്ല, ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ബംഗാളിലോ ത്രിപുരയിലോ 2 or 3 പോരോ ഇത് പറയുന്നത് അതുപോലെയാണോ? CK പത്മനാഭൻ 1965 അന്നേ പോയി. 1965 അദ്ദേഹം സ്റ്റുഡൻസ് ഫെഡറേഷന്റെ പ്രവർത്തകരായിരുന്നു. അദ്ദേഹം ആ കാലഘട്ടത്തിൽ തന്നെ വിട്ടിട്ട് 50 വർഷമായി. നിങ്ങളുടെ പഴയ MLA S. രാജേന്ദ്രനുമായിട്ട് ചർച്ച നടത്തിയിരിക്കുന്നു. എന്ത് കാര്യത്തിന്? അതുപോലെയാണോ പത്മജ പോയത്? അതുപോലെ അത് MLA പോലും അല്ല പത്മജ. രാജേന്ദ്രന് എങ്ങനെയാണ്? ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളുടെ പാർട്ടിയിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായിരുന്ന ആൾക്കെതിരായി പ്രവർത്തിച്ചു എന്ന് ഞങ്ങളുടെ ഒരു കമ്മീഷൻ വെച്ച് കണ്ടെത്തി അതിന്റെ അടിസ്ഥാനത്തിൽ അച്ചടക്ക നടപടി സ്വീകരിച്ച അദ്ദേഹത്തെ ഞങ്ങളുടെ പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞപ്പോ അദ്ദേഹം ഏത് പാർട്ടി പോയാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഇത് പ്രതാപന്റെ ജാഥയ്ക്ക് പോയി രാത്രി പ്രതാപനോട് ചെവിയിൽ സംസാരിക്കുന്ന കണ്ടവരല്ലേ നമ്മൾ. രാവിലെ പൊങ്ങിയത് എവിടെയാ? BJP ആസ്ഥാനത്ത്. അത് വല്ലവരും ചെയ്യുമോ? അതെ. അപ്പോ ആ രീതിയിൽ നിങ്ങൾക്ക് CPM-നെ സംശയിക്കേണ്ടതില്ല എന്നുള്ളതാണ്. പക്ഷേ KC വേണുഗോപാൽ രാജ്യസഭയിലെ സീറ്റ് BJPക്ക് കൊടുത്തു എന്ന ആരോപണം പ്രചരണ വിഷയമാക്കും നിങ്ങൾ. അല്ല, പ്രചരണ വിഷയമല്ല, അത് ഈ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകത്തില്ലേ? ഞാൻ ചോദിക്കട്ടെ, അരിയാഹാരം ഇനി വേറൊരു കച്ചവടം കൂടെ ഉണ്ടോ എന്ന് BJP ആൾക്കാരാണ് പറയേണ്ടത്. അതുകൂടെ ഞാൻ പറഞ്ഞേക്കാം. എന്താണെന്ന് അറിയാവോ? ഈ പാലക്കാട്ട് നിന്ന് വടകരയ്ക്ക് പോയപ്പോ ഈ വടകരയിൽ BJP ഒന്ന് സഹായിച്ചാൽ അവിടെ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് മലപ്പുറത്ത് BJP ആണ്. പാലക്കാട് CPM-കാർ എന്ത് ചെയ്യാ? ഏതാ? അല്ല, ഞങ്ങൾക്കുള്ള വോട്ടിൽ പരിമിതി ഉണ്ടല്ലോ. ആ വോട്ട് കുറച്ച് പാലക്കാട് ഷാഫി പറമ്പിലാണ് നല്ലതെന്ന് നിങ്ങൾ സമ്മതിച്ചു. അല്ല, അതുകൊണ്ടാണല്ലോ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നത്. പാലക്കാട് ഷാഫി പറമ്പിൽ നല്ലതായത് കൊണ്ടാണല്ലോ തെരഞ്ഞെടുത്തത്. തെരഞ്ഞെടുക്കുന്നവർ മോശക്കാരാണോ? തെരഞ്ഞെടുക്കുന്നവർ മോശക്കാരും തോക്കുന്നവർ നല്ലവരുമാണോ? അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലോ. മട്ടന്നൂരിൽ നിന്ന് ശൈലജ ടീച്ചറെ പാലക്കാട് കൊണ്ടൊന്ന് മത്സരിപ്പിക്കും.
ഏതാ അല്ല കയ്യിൽ കിട്ടിച്ചെന്ന്. ഞങ്ങൾക്ക് ഇപ്പൊ അങ്ങോട്ട് പോകേണ്ട കാര്യം വന്നില്ലല്ലോ. ശരി അത് ശരിയാണ്. ഞങ്ങൾക്ക് അവിടെ ആളുണ്ടല്ലോ. വിമൽ രവീന്ദ്രൻ, നിങ്ങളിങ്ങനെ ആൾക്കാരെ ചാക്കിട്ട് പിടിക്കാൻ നടക്കുന്ന ഒരു പാർട്ടിയായിട്ട് കേരളത്തിൽ ചിത്രീകരിക്കപ്പെടുന്നുണ്ടോ? പത്മജ വേണുഗോപാൽ, അനിൽ ആന്റണി ഒറ്റയ്ക്കൊന്ന് മത്സരിച്ച ഒരു പഞ്ചായത്തിലെ ഒരു ബൂത്ത് പോലും പിടിക്കാൻ കഴിയാത്ത നേതാക്കളെയാണല്ലോ നിങ്ങൾ ചാക്കിട്ട് പിടിച്ചുകൊണ്ട് പോകുന്നത്. കൊള്ളാവുന്ന ആരെയും കിട്ടിയില്ലേ? കേരള രാഷ്ട്രീയം ഒരു വഴിത്തിരിവിലേക്ക് മാറുകയാണ്. നമുക്ക് എല്ലാവർക്കും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ രണ്ട് മുന്നണികളുടെയും നേതാക്കൾ ഇവിടെ പറഞ്ഞതിൽ കണക്കെടുപ്പാണ്. CPM ഇന്ന് BJP വന്നവർ, കോൺഗ്രസ് ഇന്ന് BJP വന്നവർ. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഡസൻ കണക്കിന് നേതാക്കന്മാർ രണ്ട് പാർട്ടിയിൽ നിന്ന് BJP ചേരും. ഇതൊരു ചാക്കിട്ട് പിടുത്തൊന്നുമല്ല. നിങ്ങൾ അവരോട് സംസാരിക്കണം. അവര് പൊതുസമൂഹത്തിന് മുമ്പിൽ അവരെന്തുകൊണ്ട് BJP ചേർന്നു? എന്റെ സുഹൃത്തെ ഞാൻ പറയട്ടെ. നേരെ പറഞ്ഞോ. ഇടതുപക്ഷത്തിൽ നിന്നും വലതുപക്ഷത്തിൽ നിന്നും BJP ചേർന്നിട്ടുള്ള നേതാക്കന്മാര് മാധ്യമങ്ങൾക്ക് മുമ്പിൽ, ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിട്ടുണ്ട് അവരെന്തുകൊണ്ട് BJP ചേർന്നുള്ളതാണ്. ഈ രണ്ട് മുന്നണികളുടെയും ഈ രണ്ട് പാർട്ടികളുടെയും പ്രസക്തി കേരളത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെയും ആലപ്പുഴയിലെയും ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് വികസന രാഷ്ട്രീയം തന്നെയാണ്. ഞങ്ങൾ ഉയർത്തുന്നത് വിവാദമല്ല, വികസന രാഷ്ട്രീയം തന്നെയാണ്. ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ നരേന്ദ്രമോദിജി ഈ 10 വർഷക്കാലം ചെയ്ത സദ്ഭരണ നേട്ടങ്ങൾ ജനങ്ങളോട് സമ്മതിച്ചുകൊണ്ടുള്ള വോട്ടഭ്യർത്ഥനയുമായിട്ട് പോവുകയാണ്. ഞാൻ പറയാൻ സുഹൃത്തെ, ഗരീബ് കല്യാൺ അന്ന യോജനയിൽ ഈ കേരളത്തിൽ 1.5 കോടി ജനങ്ങൾക്ക് സൗജന്യ അരി ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വ്യക്തിക്ക് ഈ ചർച്ചയിൽ മോദിജി എതിർക്കുന്ന ആളുകൾ പോലും ഒരു വ്യക്തി 140 കിലോ അരി ഇപ്പോൾ മോദിജിയുടെ സൗജന്യമായി വാങ്ങിക്കഴിഞ്ഞെന്ന് പറയുമ്പോൾ, പക്ഷേ അരി വേവിക്കുന്ന ഗ്യാസിന് വില കൂടി. അല്ല ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞില്ലല്ലോ. ഈ നമ്മള് നേരെ മൈക്കില്ല അവിടെ പറഞ്ഞോ അവിടെ ശ്രദ്ധിക്കണ്ട പറഞ്ഞോ. ഈ നാട്ടിലെ പാവപ്പെട്ടവരായിട്ടുള്ള ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി നമുക്കറിയാം, കഴിക്കാനുള്ള ഭക്ഷണത്തില് അത് തീർച്ചയായിട്ടും അതിന് സൗജന്യമായി ജനങ്ങൾക്ക് ഇപ്പോഴും അരി സൗജന്യമായിട്ട് നൽകിക്കൊണ്ട് നിസ്സാര കാര്യമാണോ? 1,52,00,000 ജനങ്ങൾക്ക് കേരളത്തിൽ സൗജന്യമായി അരി നൽകുന്നുണ്ട്. പാവപ്പെട്ടവർക്ക് പഠിക്കാൻ സ്കൂളുകൾ, അതേപോലെ ആശുപത്രി, ഇതിന് കൊടുത്ത കിഫ്ബി ഫണ്ട് പോലും നിങ്ങൾ വായ്പാ പരിധിക്കുള്ളിലാക്കി ഈ സർക്കാർ വായ്പ എടുക്കുന്ന 12,000 കോടി തടഞ്ഞതല്ലേ ഈ സർക്കാർ? ഇതിനപ്പുറത്തേക്കുള്ള സഹായം ദേശീയ ആരോഗ്യ ദൗത്യം വഴി ഈ കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. ഇവിടെ ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ, നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ഒരു വികസന കുതിപ്പ് മാത്രമാണ്. സംസ്ഥാന സർക്കാരിന്റെ, അത് LDFന്റെയും UDFന്റെയും സർക്കാരുകൾ വന്നതുകൊണ്ടല്ലേ നമ്മുടെ ആശുപത്രികളിൽ ഓക്സിജൻ ഉള്ളത്. ഇല്ലെങ്കിൽ ഉത്തർപ്രദേശിന്റെ ഡൽഹിയുടെ അവസ്ഥ ആവത്തില്ലായിരുന്നു കോവിഡ് കാലത്ത്. ഒന്നുമല്ല അല്ല ദേശീയ ആരോഗ്യ ദൗത്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഏറ്റവും അധികം ധനസഹായം ഈ കേരളത്തിൽ ലഭിച്ചത് ആലപ്പുഴ ജില്ലയ്ക്കാണ്. നമുക്ക് തൊട്ടടുത്ത ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് സൂപ്പർ സ്പെഷ്യാലിറ്റി ആ മെഡിക്കൽ കോളേജാക്കി മാറ്റിയത് നരേന്ദ്രമോദി സർക്കാരാണ്. ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് KC വേണുഗോപാലും ആരിഫും ഈ മണ്ഡലത്തിൽ പ്രതിദാനം ചെയ്തിട്ട് നമുക്ക് എത്രയോ കാലം ചർച്ച ചെയ്തു. ആരാ യാഥാർത്ഥ്യമാക്കിയത്? നരേന്ദ്രമോദി സർക്കാരാണ്. ഈ ചർച്ച നടക്കുന്നത് തൊട്ടപ്പുറത്ത് കാണാം, ബൈപ്പാസ് കാണാം, ആലപ്പുഴ ബൈപ്പാസ്. 4 പതിറ്റാണ്ടായിട്ട് ചർച്ച ചെയ്തില്ലേ? KC വേണുഗോപാൽ മന്ത്രിയായിരുന്നില്ലേ? കൊടിക്കുന്നിൽ സുരേഷ് മന്ത്രിയായിരുന്നില്ലേ? AK ആന്റണിയും വയലാർ അടക്കമുള്ള മഹാന്മാരുടെ മന്ത്രിയായിട്ട് പോയിട്ട് ആലപ്പുഴ ബൈപ്പാസ് 4 പതിറ്റാണ്ട് ചർച്ച ചെയ്തതല്ലാതെ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കില്ല. അത് യാഥാർത്ഥ്യമാക്കിയത് മോദി സർക്കാരാണ്. നിതിൻ ഗഡ്കരി വേണ്ടി വന്നു. ആലപ്പുഴ ബൈപ്പാസ്, ഇന്ന് മാഹി ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്ത മോദിജി, കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്ത നരേന്ദ്രമോദിജിയാണ്. അത് മാത്രമല്ല 65,000 കോടി മുടക്കി അങ്ങ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് വരുന്ന ദേശീയപാത 6 വരിപ്പാത യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയാണ്. എവിടെ പോയി ഇടതും വലതും? ഞങ്ങൾ ചോദിക്കുക, ഇടതു മുന്നണിയും വലതു മുന്നണിയും എവിടെ പോയി? മോദിജി വരേണ്ടി വന്നില്ലേ? രണ്ട് പാർട്ടികളും ചോദിക്കുന്നു, മോദിജി വരേണ്ടി വന്നില്ലേ? മണ്ഡലത്തിലേക്ക് വരാം. ഒരു നിമിഷം അതിന് മുമ്പ് ആര് ജയിക്കും? ശോഭാ സുരേന്ദ്രൻ ജയിക്കും. ആണോ? അതെ. ഉറപ്പാണ്. എന്താ കാര്യം? വികസനമല്ലേ ചർച്ച ചെയ്യുന്നത്? വികസനത്തിനല്ലേ ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത്? അന്നേരം വികസനത്തിനുള്ള വോട്ട് മോദിജി ഗ്യാരണ്ടി ചെയ്തിരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ. കേരളത്തിന് സമ്പത്ത് കേന്ദ്രം കൊടുക്കത്തില്ലാത്തൊരു ആരോപണം ഉണ്ടല്ലോ. അതൊന്നും വെറുതെയാണ്. കണക്കെടുത്ത് പരിശോധിച്ച് കൃത്യമായിട്ടുള്ള കണക്കുകൊണ്ട് കേന്ദ്രത്തിൽ കൊടുക്ക്. അതിനുശേഷം കിട്ടാനുള്ളത് കിട്ടും. അല്ലാതെ ഇവിടെ നിന്ന് കണക്ക് കൊടുക്കാതിരുന്നിട്ട് പൈസ 13% മുസ്ലിം വോട്ടർമാർ ഇവിടെ ഉണ്ട്. ദേശീയ പൗരത്വ നിയമത്തിലേക്ക് ഭേദഗതി വന്നു, ചട്ടം വന്നു. അങ്ങനെ മതേതരത്തിന് ദേശീയവാദികളായിട്ടുള്ള മുഴുവൻ ആൾക്കാരും ഞങ്ങളുടെ ഉണ്ട്. ദേശീയവാദികളായ മുഴുവൻ ആളുകളും ഈ പൗരത്വ ഭേദഗതി നിയമം മുസ്ലിങ്ങൾക്ക് ദോഷമായിട്ട് ബാധിക്കുന്നൊന്നും അല്ലല്ലോ. രാജ്യത്തിന് നന്മയ്ക്ക് അവരെ ഒഴിവാക്കിയത് അവരുടെ ന്യൂനപക്ഷമായതുകൊണ്ട് ഒഴിവാക്കിയത്. അതാണ് പ്രശ്നം. മറ്റുള്ള ഒഴിവാക്കാൻ പറ്റില്ല. ന്യൂനപക്ഷമായതുകൊണ്ടാണ് ഒഴിവാക്കിയത്. അതാണ് പ്രശ്നം. മറ്റുള്ള രാജ്യങ്ങളിലെ ന്യൂനപക്ഷക്കാർക്കാണ് ഇവിടെ പ്രാതിനിധ്യം കൊടുത്തത്. അതെ, ശ്രീലങ്കയിൽ നിങ്ങൾ ന്യൂനപക്ഷ മുസ്ലിങ്ങളല്ലേ? മുസ്ലിങ്ങളാണ്. മ്യാൻമാർ ആണെങ്കിൽ അവിടെ മുസ്ലിങ്ങളല്ലേ?
അപ്പൊ ആകെ പ്രശ്നമാണ് സാറേ അത് വിശദീകരിക്കാൻ പറ്റൂല, അതാണ് പ്രശ്നം. ഒരു നിമിഷം നോക്കൂ, ഞാനൊന്ന് പി ചിത്രഞ്ജനിലേക്ക് വരാം. പി ചിത്രഞ്ജൻ, ഒറ്റ ചോദ്യമേ ഉള്ളൂ. വികസനത്തിന് വേണ്ടിയാണ് വോട്ടെങ്കിൽ ഇടത് മുന്നണിക്കും ഒപ്പം തന്നെ ഐക്യജനാധിപത്യ മുന്നണിക്കും ഒപ്പമല്ല ഈ വോട്ടർമാർ നിൽക്കുക, അത് BJPക്കൊപ്പമായിരിക്കും. ശോഭാ സുരേന്ദ്രൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഒരു വലിയ ടീം പ്ലെയർ ആണ് ശോഭാ സുരേന്ദ്രൻ. ഒറ്റയ്ക്ക് നിന്നാൽ പോലും ശോഭാ സുരേന്ദ്രൻ കഴക്കൂട്ടത്തും ആറ്റിങ്ങലും കാണിച്ച മാജിക്കുണ്ട്, അത് ആലപ്പുഴയിൽ ആവർത്തിക്കും സാർ. നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ ചർച്ചാ വിഷയങ്ങളിൽ ഒന്നായി ബൈപ്പാസ് അല്ലെങ്കിൽ NH-66 മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഞാനൊരു കാര്യം ശ്രദ്ധപ്പെടുത്തുകയാണ്. ഈ NH-66 എല്ലാ നടപടിക്രമങ്ങളും അവസാനിപ്പിച്ച് ഇത് നടക്കത്തില്ല എന്ന് പറഞ്ഞ് ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റുകാർ ആഫീസും പൂട്ടിപ്പോയതാ. UDF-ന്റെ കാലത്തോ? UDF-ന്റെ കാലത്ത് അറിയാലോ, നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാകും. അല്ല, പോയിട്ടില്ല. 100% ഞാനത് പറയട്ടെ, ഞാനൊന്ന് പറയട്ടെ. എല്ലാം പൂട്ടിപ്പോയതാ. ആ പൂട്ടിപ്പോയതിന് ശേഷമാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു. കേന്ദ്ര നമ്മുടെ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ഗഡ്കരിയുമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോയി ചർച്ച നടത്തി. ആ ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നരേന്ദ്രമോദി സർക്കാർ അനുവദിച്ചു 5860 കോടി രൂപ ഇവര് തള്ളിക്കളയുന്ന കിഫ്ബിയിൽ നിന്നെടുത്ത ഭൂമി വാങ്ങുന്നതിന് കൊടുത്തിട്ടാണ് ഈ ബൈപ്പാസിന്റെ പണി നടക്കുന്നത്. അതിൽ കേന്ദ്ര ഗവൺമെന്റാണ് നിർമ്മാണം നടത്താൻ ബാധ്യസ്ഥര. കഴിഞ്ഞ ഗവൺമെന്റിന്റെ പിടിപ്പുകേട്, UDF-ന്റെ പിടിപ്പുകേടിന്റെ ഫലമായി ഭൂമിയെടുപ്പ് പോലും നടക്കാതെ വന്ന സാഹചര്യം മാറി. ഭൂമിക്ക് ന്യായമായ നഷ്ടപരിഹാരം കൊടുത്ത് ആ ഭൂമി വാങ്ങിയത് കൊണ്ടല്ലേ ഈ ബൈപ്പാസിന് നിർമ്മാണം നടത്തുന്നത്? എതിർക്കാൻ കഴിയുമോ? ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ 2013 ഏറ്റവും പ്രസക്തമായ ഒരു നിയമനിർമ്മാണമുണ്ട്. ആ നിയമനിർമ്മാണമാണ് നമ്മുടെ രാജ്യത്ത് വസ്തു, അതായത് പൊതുവികസനത്തിന് വേണ്ടി വസ്തു ഏറ്റെടുക്കുമ്പോൾ കൊടുക്കേണ്ട നഷ്ടപരിഹാരത്തിന്റെ മാറ്റം വന്നതോടുകൂടിയാണ് നമ്മുടെ രാജ്യത്ത് ഇത്തരം വികസന പദ്ധതികൾക്ക് ജനങ്ങൾ അനുകൂലമാകുന്നത്. ആ നിയമനിർമ്മാണമാണ് നമ്മുടെ രാജ്യത്തെ ഇത്തരം സർക്കാരിന്റെ കാലത്ത് ഫയല് കെട്ടിപ്പൂട്ടി അടുക്കള വെച്ച ഫയലല്ലേ ഈ ഫ്ലൈ ഓവർ? നിങ്ങൾ കാണൂ, ഈ കാണുന്ന ബൈപ്പാസ് ഉണ്ടല്ലോ, ഈ കാണുന്ന ബൈപ്പാസ് 2000-ന് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങാൻ ആരംഭിച്ചതാണ്. അത് താഴെ കൂടി പോകണം. ഉപേക്ഷിച്ചതല്ലേ പിന്നീട്? ഉപേക്ഷിച്ചല്ല, ഇത് എലിവേറ്റഡ് ഹൈവേ ആയി വരണമെന്നും കടപ്പുറത്തിന്റെ സൗന്ദര്യം നിലനിർത്തണമെന്നും ആഗ്രഹിച്ചുകൊണ്ടൊരു പദ്ധതി ഗവൺമെന്റിന്റെ മുമ്പാകെ സമർപ്പിച്ചയാളാണ് ഇന്നത്തെ നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ KC വേണുഗോപാൽ. അതാണ് അംഗീകരിക്കപ്പെട്ടത്. ആ കാലഘട്ടത്തിൽ നിയമസഭയിൽ ഈ പദ്ധതി രാജ്യത്താദ്യമായി 50-50, അതായത് സംസ്ഥാന സർക്കാർ 50%, കേന്ദ്ര സർക്കാർ 50% എന്ന് അനുവദിച്ചുകൊണ്ട് അനുവദിച്ചത് കേരളത്തിൽ തട്ടിപ്പാണെന്ന് പറയുന്നത്, കള്ളം പറയുന്നു എന്ന് പറയുന്നത്. ഒരു നിമിഷം ഹൈവേയുടെ പദ്ധതിയുടെ പൈലിംഗ് പദ്ധതി ആരംഭിക്കുന്നത് 2009-ലാണ്. ഞാൻ MLA ആണ്, അദ്ദേഹം KC വേണുഗോപാൽ MP ആണ്. അതിന് അംഗീകാരം നൽകിയത് കേന്ദ്ര UPA ഗവൺമെന്റ് ആണ്. അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കേരള നിയമസഭയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഈ കാര്യം. 50-50 അല്ലല്ല,
2009 ആ. 2011 ആ കാലഘട്ടത്തിലാണ് ഈ പ്രവർത്തനം എലിവേറ്റഡ് ഹൈവേ ആയി അങ്ങാണോ? രൂപാന്തരപ്പെട്ട് 2009 ഷുക്കൂറിന്റെ MLA ഷുക്കൂർ MLA ആയിരുന്നപ്പോ ഈ ഇതിന്റെ പിതൃത്വം ഈ കുഞ്ഞിനെ വിട്ടുകൊടുക്കില്ല. ഈ ഫ്ലൈ ഓവർ എന്ന കുഞ്ഞിനെ വിട്ടുകൊടുക്കില്ല. ഈ ഫ്ലൈ ഓവർ എന്ന കുഞ്ഞിനെ വിട്ടുകൊടുക്കില്ല. ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല. ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല. അവിടെ ഒരു സംവാദത്തിന് ഏകകൾ സഹിതം ഞാൻ തയ്യാറാണ്. കേട്ടോളൂ പി പി ചിത്രഞ്ജന മറുപടി. ഇവിടെ ഈ നിൽക്കുന്നവരെല്ലാം ആലപ്പുഴക്കാരാ. ഈ വല്ല ദൂരെയുള്ളവരെ വല്ലതും കബളിപ്പിക്കാൻ ഇത് കാണുന്ന പ്രേക്ഷകരെ കബളിപ്പിക്കാൻ കാണും. അല്ലാതെ ഒരു പ്രേക്ഷകരും നടക്കത്തില്ല. ഞങ്ങളുടെ എല്ലാം പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ബൈപ്പാസിന്റെ ചരിത്രം എന്താണെന്ന് അറിയുന്നവരാണ് ഈ നിൽക്കുന്ന മുഴുവൻ ആൾക്കാരും. ഈ UPA കോൺഗ്രസിന്റെ ഗവൺമെന്റിന്റെ കാലത്ത് ഈ കേരളത്തിന് അവഗണനയായിരുന്നു എന്നുള്ള കാര്യത്തിലൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഇപ്പോ എന്താണ് സഖ്യകക്ഷിയായിരുന്നു സാർ. ഞങ്ങൾ പറയാൻ പോകുന്നത് കോൺഗ്രസ് ഇവിടുന്ന് 6 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു, ക്യാബിനറ്റ് സഹമന്ത്രി. എന്താ കിട്ടിയത് കേരളത്തിന്? ഞങ്ങൾ ഇടതുപക്ഷക്കാർ വന്നതിന് ശേഷം ഞങ്ങൾ കടമെടുത്തു. ഇവിടെ കളിയാക്കുന്നുണ്ടല്ലോ. 5800 കോടി രൂപ ഈ ഭൂമിയുടെ വില കൊടുത്തില്ലായിരുന്നെങ്കിൽ എവിടെയാണ് വണ്ടി വരാൻ പോണത്? എവിടെയാണ് ബൈപ്പാസ് വരാൻ പോണത്? നിങ്ങൾ ഓർക്കണം, 2004 കാലഘട്ടം ശ്രീ KC വേണുഗോപാൽ മന്ത്രിയായിരിക്കുന്ന കാലഘട്ടം ഞാനും ശ്രീ ചിത്തരഞ്ജൻ MLA-യും ശ്രീ KS മനോജും ഡോക്ടർ മൻമോഹൻ സിംഗിനെ കണ്ട് ഈ പദ്ധതി എലിവേറ്റഡ് ഹൈവേ ആക്കണമെന്ന് പറഞ്ഞത് ശ്രീ KC വേണുഗോപാലാണ്. അദ്ദേഹം ചിത്രത്തിന്റെ കയ്യിലുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് ഡൽഹിയിൽ പോയത്. ഡൽഹിയിൽ പോയത്. അത് നിഷേധിക്കോ? ഡോക്ടർ KS മനോജ് അന്ന് MP ആണ്. ശരി പറഞ്ഞോ. ഈ പറഞ്ഞത് ഞങ്ങള് ഇവിടുത്തെ പൗരജനങ്ങളെല്ലാം കൂടെ കൂടി ഒരു പൗരസമിതി ഉണ്ടാക്കി. എന്നിട്ട് കേന്ദ്രത്തിൽ പോയി നിവേദനം കൊടുക്കാൻ നിവേദനത്തെ കുറിച്ചാണ് മുനിസിപ്പൽ ചെയർമാനാ സാർ. ഞങ്ങൾ ചെന്നപ്പോ ഈ വയലാർ രവി സാറിന്റെ വീട്ടിൽ ചെന്നപ്പോ ഒരു ചായ ഞങ്ങൾക്ക് കിട്ടി. ഉള്ളത് പറയാമല്ലോ. AK ആന്റണി സാറിനെ കാണാൻ ചെന്നപ്പോ പറഞ്ഞു പുള്ളി ചെലവ് ചുരുക്കേണ്ട പരമായി ചായ പോലും ഇല്ലെന്ന് പറഞ്ഞു. ഞങ്ങളെ ഒന്ന് കാണാൻ പോലും തയ്യാറായില്ല സാർ. ഞങ്ങൾ കവറിനകത്തിട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നു. ചിത്രഞ്ജൻ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പി ചിത്രഞ്ജൻ പറഞ്ഞത് ഇങ്ങനെയാണ്, 5800 കോടി രൂപ ഈ സർക്കാർ നൽകി ഭൂമി ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ ഫ്ലൈ ഓവർ വരുമോ? നിതിൻ ഗഡ്കരിജി ആരാധനായിട്ടുള്ള പൊതുമരാമത്ത് കേന്ദ്ര വകുപ്പ് മന്ത്രി അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ സ്ഥലമേറ്റെടുക്കൽ അടക്കമുള്ള കാര്യങ്ങൾ പൂർണ്ണമായി കേന്ദ്രം വഹിച്ചതാണെന്ന് ലോകസഭയിൽ പറഞ്ഞതാണ്. പക്ഷേ 5800 കോടി കേരളം കൊടുത്തില്ലേ? അല്ല, ഞാൻ പറയുന്നത് 1 ലക്ഷം കോടി രൂപയുടെ വികസനമാണ് ഈ കാണുന്ന ദേശീയപാത വികസനം. 5800 കോടി ഒരു കാര്യം, ഒരു സംസ്ഥാനത്ത് മറ്റു സംസ്ഥാനങ്ങൾ അടക്കം തന്നെ ദേശീയപാത വികസനത്തിന് അവർ നൽകുന്ന സഹായത്തിന്റെ ഒരു അംശം പോലും ഈ കേരളത്തിൽ നൽകിയിട്ട് മോദി സഹായിച്ചു. തിരിച്ച് മുഖ്യമന്ത്രി അഭിനന്ദിച്ചില്ലേ ഈ ഭൂമി ഏറ്റെടുക്കുന്നതടക്കം? ഈ മുഖ്യമന്ത്രിയും സർക്കാരും ഇവിടെ ദേശീയപാത വികസനം ജനങ്ങൾ കാണാൻ തുടങ്ങിയിട്ട് ആര് വന്നിട്ടാ? നിങ്ങൾ പറ. മോദിജി വന്ന ശേഷം നിങ്ങൾ കാണാൻ തുടങ്ങിയത് വേറെ ആണെന്നുണ്ട്. ഇപ്പൊ അരൂര് ഞാൻ പറയാം, ഇവിടെ ഈ അരൂര് എലിവേറ്റഡ് ഹൈവേ 12.25 കിലോമീറ്റർ 2200 കോടി രൂപയ്ക്ക് ആകാശപാത പണി നരേന്ദ്രമോദിജിയാ. ഇവിടെ ബൈപ്പാസ് 40 വർഷം കാത്തിരുന്നിട്ടും ബൈപ്പാസ് വന്നില്ല, മോദിജി പണിതു. തൊട്ടപ്പുറത്തൊരു ബൈപ്പാസിന്റെ ഇപ്പൊ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനം കണ്ടില്ലേ? 1 വർഷം പോലും എടുത്തിട്ടില്ല. എത്ര വേഗമാണ് സമാന്തര ബൈപ്പാസിന്റെ നിർമ്മാണം ആലപ്പുഴ നടക്കുന്നത്. അത് മാത്രമല്ല ഒരു കാര്യം കൂടി ഇവിടെ വീണ്ടും ജനവിധി തേടുന്ന 2 പാർട്ടികളുടെയും പ്രതിനിധികളായിട്ടുള്ളവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ശ്രീമാൻ ആരിഫ് അരൂരിന്റെ MLA ആയിരുന്നു. അദ്ദേഹം ആ സമയത്ത് പ്രഖ്യാപിച്ച കാര്യമായിരുന്നു മാക്കക്കടവ് നേരകടവ് പാലം
കോട്ടയം ജില്ലയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് അവിടെ 7 വർഷമായിട്ട് തൂണിൽ നിൽക്കുകയാണ്. അത് മാത്രമല്ല നെടുമ്പ്രക്കാട് പാലം, അവിടെ കാക്കത്തുരുത്ത് പാലം, അരൂര് നിവാസികളുടെ ദീർഘകാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാതെ അവിടുന്ന് പോകുന്ന ആളാണ് ഇപ്പൊ ആലപ്പുഴയിൽ പാർലമെന്റിലേക്ക് മത്സരിക്കുന്നത്. വീണ്ടും മത്സരിക്കുന്നത് KC വേണുഗോപാൽ കേന്ദ്രമന്ത്രിയായിരുന്നു. ആലപ്പുഴ ബൈപ്പാസ് ഒന്നും യാഥാർത്ഥ്യമാക്കാൻ സാധിക്കില്ല. രണ്ടുപേരും പരാജയപ്പെട്ടവരാണെന്ന് ഞാൻ പറയുകയാണ്. രണ്ടുപേരും പരാജയപ്പെട്ടവരാണ്, ജനവഞ്ചകരാണ്. ആലപ്പുഴയിൽ KC വേണുഗോപാല് രാജ്യസഭ ഉപേക്ഷിച്ചിട്ട് വരേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. എന്താ അഭിപ്രായം? സുരേന്ദ്രനാണ് ജയിക്കാൻ സാധ്യത. ശോഭ സുരേന്ദ്രൻ ജയിക്കാൻ സാധ്യത. ജയിക്കാൻ സംശയം KC വേണുഗോപാൽ തന്നെ. KC വേണുഗോപാൽ തന്നെ. എന്താ എത്ര ഉറപ്പ്? 100% ഉറപ്പാണ്. എന്താ KC എന്താ ഉറപ്പ്? വികസനങ്ങളും മതിയല്ലോ അദ്ദേഹം ജയിക്കാൻ വേണ്ടി. 1 ലക്ഷം വോട്ടിന് KC വേണുഗോപാൽ വൻ വിജയം നേടും. ഉറപ്പാണ്. KC വേണുഗോപാൽ ഉറപ്പാണ്. ഒരു സംശയവുമില്ല. KC വേണുഗോപാൽ സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോ CPM-ന്റെ കരച്ചിൽ തുടങ്ങിയിരിക്കും ആലപ്പുഴയിൽ. CPM ഒരു കാരണവശാലും ഇവിടെ ജയിക്കാൻ പോകുന്നില്ല. AM ആരിഫ് ജയിക്കാൻ പോകുന്നില്ല. ഇവിടെ KC വേണുഗോപാൽ ആലപ്പുഴയുടെ വികസന നായകൻ. അദ്ദേഹം തന്നെ ഇവിടെ ജയിക്കുക തന്നെ ചെയ്യും. ഒരു സംശയവുമില്ല. അങ്ങനെ തന്നെയാണോ? തീർച്ചയായും AM എന്ന് പറയുന്ന ആള് PM കടക്കത്തില്ല. വോട്ടെണ്ണുമ്പോൾ നമ്മൾ ഇവിടെ ഉറച്ച നിലപാടായിട്ട് പറയും. AM എന്ന് പറയുന്നയാൾ PM കടക്കില്ല എന്നാണ് പറയുന്നത്. ആലപ്പുഴ വോട്ടർമാരുടെ പ്രതികരണം കൂടി വളരെ വേഗം. ആര് ജയിക്കും? എന്താ കാര്യം? ആരിഫ് AM ആരിഫല്ല, വേറെ ആരും ജയിക്കത്തില്ല. എന്താ കാര്യം? അതല്ല, ഈ കഴിഞ്ഞ 5 വർഷക്കാലം ആലപ്പുഴയുടെ റാഡിക്കൽ ചേഞ്ചിന് വേണ്ടി പോരാട്ടങ്ങൾ അനവധി നടത്തിയ പാർലമെന്റിനകത്തും പുറത്തും ജനങ്ങളുടെ ഇടയിലൊക്കെ നടന്ന് ഈ അധികാരികളോട് വളരെ ശക്തമായി പോരാട്ടങ്ങൾ നടത്തിയ ആരിഫിനല്ലാതെ വേറെ ആര് ജയിക്കാനാ? അത് പിന്നെ ആരിഫ് ഈ മണ്ഡലത്തിൽ കൊണ്ടുവന്നൊരു നേട്ടം എന്താ? പ്രധാന നേട്ടം ആരിഫ് ഈ മണ്ഡലത്തിൽ കൊണ്ടുവന്നൊരു പ്രധാന നേട്ടം എന്താ? പ്രധാനമന്ത്രി ഈ കാണുന്നത് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ കാണുന്ന നമുക്ക് ആർക്കും നോക്കിയാൽ കാണാവുന്ന ഫ്ലൈ ഓവർ. പറഞ്ഞോ. ഷുക്കൂർക്കയുടെ ചോദ്യം. ഷുക്കൂർക്ക നമ്മുടെ സഹോദരനാണ്, ആലപ്പുഴയുടെ മുൻ MLA ആണ്. ആ ബഹുമാനവും സ്നേഹവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുക. ഈ പാർലമെന്റ് ഇലക്ഷൻ കഴിയുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്ത് ഉണ്ടാവുമോ? അഥവാ ഉണ്ടെങ്കിൽ അത് BJP ആയിട്ട് പോകത്തില്ലേ? അതിന് മറുപടി ഷുക്കൂർക്ക. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ CPM ദേശീയ പാർട്ടിയാവോ? CPM ദേശീയ പാർട്ടിയായിട്ട് കാണുമോ? അതുപോട്ടെ, കാണും. അരിപ്പ് ജയിക്കും. ശരി. എനിക്ക് ഷുക്കൂർക്കടുത്താണ് ചോദിക്കാനുള്ളത്. പത്മജ വേണുഗോപാലൻ പറഞ്ഞ് AK ആന്റണിയുടെ തലവെട്ടപ്പനാണെന്ന് പറഞ്ഞു. ഈ മാറ്റത്തിന് AK ആന്റണിക്ക് സ്ഥാനം ആശീർവാദം ഉണ്ടായിരുന്നോ എന്നാണ്. ദാദാ ചേച്ചി എന്തോ സംസാരിക്കുന്നു ഉച്ചത്തിൽ. അവിടെ ചെന്ന് രാഹുൽ ഗാന്ധിയുടെ കൈയല്ലാതെ ഇവർ ആരുടെ കയ്യാ പോക്കാൻ നിൽക്കുന്നത്? വളരെ റാഡിക്കലായിട്ട് അവർ ചിന്തിക്കുന്നത്. എന്താണ് റാഡിക്കൽ? എന്തോ റാഡിക്കലായിട്ട് വളരെ താത്വികമായിട്ട് ചിന്തിക്കുന്നത്. എന്തോ താത്വികം? KC വേണുഗോപാൽ ജയിക്കത്തുള്ളൂ. ഞങ്ങൾക്ക് എതിർ സ്ഥാനാർത്ഥികളില്ല. ആരിഫിനെ നിങ്ങൾ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാവോ? എവിടെ കണ്ടിട്ടില്ല. ആരിഫിനെ കണ്ടിട്ടില്ലേ? ആരിഫ് MP ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ബ്യൂട്ടി പാർലർ അല്ലാതെ ബ്യൂട്ടി പാർലറോ? ജനങ്ങളുടെ ഇടയിൽ ആരിഫ് MP ബ്യൂട്ടി പാർലർ അല്ലാതെ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണോ? ജനങ്ങളുടെ ഇടയിൽ എവിടെ കണ്ടിട്ടുണ്ട്? എവിടെ വന്നിട്ടുണ്ട് ആരിഫ്? എവിടെ വന്നിട്ടുണ്ട് ഒന്ന് പറയാമോ? ഇപ്പൊ ഓരോ മരിപ്പ് വീടുകളും തേടി പിടിച്ച് നടക്കുവാണ്. ഞങ്ങളുടെ കേസ് എവിടെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഡൽഹിയിൽ നിന്ന് ആലപ്പുഴ എത്തിക്കഴിഞ്ഞാൽ ഓരോ വീടുകളും കവർ ചെയ്ത് ഓരോരുത്തരുടെ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന ഒരു നേതാവാണ്. ഒരു സംശയിച്ചോട്ടെ, ഈ രാജസ്ഥാനിൽ നിന്ന് ഈ KC വേണുഗോപാൽ വരുമ്പോ അവിടെ ഒരു സീറ്റ് BJPക്ക് കിട്ടുമല്ലോ? അതാ കാര്യം. കർണാടക ഞങ്ങൾ പിടിക്കും. കർണാടക പിടിക്കും. കർണാടക കിട്ടും. അങ്ങനെയാണോ? രാജ്യസഭാ സീറ്റ് എന്ന് പറയുന്നത് ഈ വോട്ടിംഗ് പാറ്റേൺ അനുസരിച്ച് പോകുന്നതാണ്. ലോകസഭയിലേക്ക് മുഖ്യ പ്രതിപക്ഷമായിട്ട് മാറണമെങ്കിലും അവിടെ ഭരണപക്ഷമായിട്ട് ജയിക്കണമെങ്കിൽ KC വേണുഗോപാലോട് മത്സരം. BJPക്ക് സീറ്റ് കൊടുക്കണോ? വേറെ സ്ഥാനാർത്ഥി പരീക്ഷ പോരായിരുന്നോ? ഷാനിമോൾ സ്മാരകങ്ങളില്ലേ? ഷുക്കൂർക്കയില്ലായിരുന്നോ? അത് ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കും. ഈ ഷുക്കൂറിക്കെ സ്ഥാനാർത്ഥിയാക്കിയാ പോരായിരുന്നോ? സ്ഥാനാർത്ഥിയാക്കിയാ പോരായിരുന്നോ? അത് ഞങ്ങളുടെ ഇഷ്ടം. ഷുക്കൂറിക്കെ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. പേടിയായിട്ടാണോ? എന്താണ് പറഞ്ഞോ? അത് കേക്ക്. നമ്മളിപ്പം കൃത്യമായ രാഷ്ട്രീയങ്ങൾ ചർച്ച ചെയ്യുന്നില്ല, ഒച്ച വെക്കുന്ന മാത്രമേ ഉള്ളൂ. ഇപ്പം കേന്ദ്ര ഗവൺമെന്റിൽ ഏതാണ്ട് 8 ലക്ഷം ഒഴിവുകളാണുള്ളത്. റെയിൽവേ തന്നെ 3 ലക്ഷം ഒഴിവുകളാണ് ഉള്ളത്. ഈ നാട്ടിലെ വികസനത്തിന് വിരുദ്ധമായി നിൽക്കുന്ന നരേന്ദ്രമോദിയും അതിനെ സഹായിക്കുന്ന കോൺഗ്രസിനെ തോൽപ്പിക്കുക എന്നാണ് ഈ നാടിന്റെ ആവശ്യം. ഇന്നലെ വന്ന് റോഡ് ഷോ നടത്തിപ്പോയ KC വേണുഗോപാൽ ആലപ്പുഴ കാണിച്ചു തരാൻ പറ്റുമോ?
ഇന്ന് ആലപ്പുഴ കാണിച്ചു തരാൻ പറ്റുമോ? പോയിരിക്കുവാ ഡൽഹിയിലോട്ട്. ഒഴിഞ്ഞു പോകുന്നവരെ പിടിച്ചു നിർത്താനായി ഡൽഹിയിലോട്ട് പോയിരിക്കുന്നത്. ഇപ്പോഴും ആരിഫ് ആലപ്പുഴ തന്നെയുണ്ട്. എനിക്ക് BJP-യുടെ ചോദിക്കാനുള്ളത്, ഈ 1,87,000 വോട്ട് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞേ, ആ വോട്ട് ഈ പ്രാവശ്യം നിങ്ങൾക്ക് ഇവിടെ നിലനിർത്താൻ പറ്റുമോ? എന്തായാലും നിങ്ങൾ കച്ചവടം നടത്തി ഉറപ്പുള്ള കാര്യമാണ്. KC വേണുഗോപാൽ പോകുന്ന നിങ്ങൾ ഡീല് നടത്തിയതാണ്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ ജയിക്കും. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം. രണ്ടാമത്തെ കാര്യം കോൺഗ്രസിനോട് പറയാനുള്ളത്, രണ്ടാമത്തെ കാര്യം നമ്മുടെ നവകേരള യാത്ര നടത്തിയ ബസ് വെച്ചിട്ടുണ്ട്. ഇതെല്ലാത്തിനും കൂടെ ബസ്സിൽ കയറ്റി കൊണ്ടുപോകണല്ലോ. ടൂറിസം പ്രൊഫഷനുണ്ട്, അത് നടക്കുന്നുണ്ട് ആ പരിപാടി. അത് വേറെ കാര്യമുണ്ട്. ആ ബസ് റെഡിയാക്കി വെച്ചോ. പ്രേമേന്ദ്രൻ അറിയാലോ, കൊല്ലത്തെ 5 പേര് ഒരുമിച്ചിരുന്ന് ഡിന്നർ കഴിച്ചതാ. 4 പോയി. പ്രേമേന്ദ്രൻ ചെല്ലുമ്പോ അത് സഹമന്ത്രി കേന്ദ്രമായി വന്നില്ലെങ്കിൽ പറയുന്ന പണി ഞാൻ കുടിക്കാൻ വെല്ലുവിളിക്കുക. പണി ചെയ്യേണ്ടി വരും. ഒരു തർക്കമില്ല. പണി ചെയ്യേണ്ടി വരും. നോക്കൂ, ആരിഫ് MP ഈ മണ്ഡലത്തിൽ വികസനം കൊണ്ടുവന്നതിന്റെ പേരിൽ എല്ലാ വോട്ടുകളും ആരിഫിലേക്ക് വീഴുമെന്നാണ് ഇടതുമുന്നണി പ്രവർത്തകർ പറയുന്നത്. എവിടെ വികസനം? എവിടെ വികസനം? എവിടെ വികസനം? എവിടെ വികസനം? കണ്ണ് തുറന്നു നോക്കാൻ പറ. എവിടെയാണ്? തുറന്നു നോക്കാൻ പറയുന്നു. ഞാൻ പറയട്ടെ, നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, തൈക്കാട്ടുശ്ശേരി പാലത്തിന് തറക്കല്ലിട്ട് ഒരു കാര്യം, സഖാവ് സോണി കടന്ന് ഭയങ്കര വിപ്ലവം സൃഷ്ടിക്കുന്നില്ലേ? സഖാവ് സോണിയോട് ഒരു ചോദ്യം. KC വേണുഗോപാൽ ആലപ്പുഴ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞ സമയത്ത് പത്തനംതിട്ടയിലെ തോമസ് ഐസക്കിന് വേണ്ടി തോമസ് അങ്കിളിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കാൻ പോകുന്നെന്ന് പറഞ്ഞ സഖാവ് സോണിയാണ് ഈ നിൽക്കുന്നത്. തോമസ് അങ്കിളിന് വേണ്ടി പോയി പത്തനംതിട്ട പോയി പ്രവർത്തിക്കണം. പത്തനംതിട്ടയില്, ഇവിടെ ആലപ്പുഴയിലില്ല. നാടിന്റെ വികസനം യാഥാർത്ഥ്യമാക്കുന്ന അദ്ദേഹത്തിന്റെ MLA ആയിരുന്ന നിയോജകമണ്ഡലത്തിലെ കാര്യം ഞാൻ പറയാം. തൈക്കാട്ടുശ്ശേരി പാലം ഉമ്മൻചാണ്ടി തറക്കല്ലിട്ട് ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. നേരെ കടവ് പാലം, ഈ മാക്കേക്കടവ് പാലം ഇപ്പോൾ ഉമ്മൻചാണ്ടി തറക്കല്ലിട്ടത് പേക്കോളം പോലെ നിൽക്കുകയാണ്. MP എവിടെ? അവിടുത്തെ MLA എവിടെ? 2019 തെരഞ്ഞെടുപ്പിൽ അവിടെ വലിയ വികസനം നടത്തിയിരുന്ന പേരിൽ 2ാം സ്ഥാനത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അരൂരിൽ പോയ ആളാണ് ആരിഫ്. അവിടെ 1ാം സ്ഥാനം ഷാനിമോളാണ്. ഈ മണ്ഡലത്തിൽ ആരിഫ് വികസനമേ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് ഷുക്കൂർ കെ കോൺഗ്രസ്സുകാരൻ പറയുന്നത്. പറഞ്ഞോ. പെരുമ്പളം പാലം 120 കോടി രൂപ ചെലവഴിച്ച പാലം ഉദ്ഘാടനം ചെയ്ത് കൊടുക്കാൻ പോയ. നേര്യമംഗലം പാലം 48 കോടി രൂപയുടെ അഡീഷൻ അനുവദിച്ചു ആരിഫിന്റെ പരിശ്രമ ഫലമായിട്ടാ. പിന്നെ ഷുക്കൂർ ഇവിടെ പറഞ്ഞു അരൂരിൽ അദ്ദേഹം 2ാം സ്ഥാനത്തേക്ക് പോയെന്ന്. ഷുക്കൂറിനെ കുറ്റമല്ല, 4 ലക്ഷം വോട്ടിന് തോറ്റി അവിടുന്ന് പോകുന്ന ആളാണ്. ആരിഫിന്റെ മുന്നിൽ 4 ലക്ഷം വോട്ടിന് തോറ്റ് അവിടുന്ന് ഓടിയ ആളാണ്. ആരിഫിന്റെ മുന്നിൽ 4 ലക്ഷം വോട്ടിന് തോറ്റിക്കൊണ്ട് CPM-ന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തനം ഒരു കാര്യം സംബന്ധിച്ചു, കേന്ദ്രത്തിൽ വീണ്ടും മോദി വരുമെന്ന്. അതുകൊണ്ടാണ് ആലപ്പുഴയിലെ ജനങ്ങൾ പറയുന്നത്. ആലപ്പുഴയിലെ വോട്ടർമാരുടെ മനസ്സ് ഇപ്പോൾ കടുത്ത സംഘർഷത്തിലാണ്. ഒരു ഭാഗത്ത് സിറ്റിംഗ് MP ആരിഫ്, മറുഭാഗത്ത് KC വേണുഗോപാൽ, ഇതിനിടയിൽ ശോഭാ സുരേന്ദ്രനും. ആലപ്പുഴയിൽ മത്സരച്ചൂട് കൂടുമെന്ന് ഉറപ്പാണ്. ആലപ്പുഴയിൽ നിന്നും കുരുക്ഷേത്രം തത്സമയം ഇവിടെ അവസാനിക്കുന്നു.